PPP മുസ്തഫ ഈ കോൺഗ്രസ് ജയിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ഈ രാജസ്ഥാനിലും തെലങ്കാനയിലും ഒക്കെ പറഞ്ഞിട്ട് ഈ നോട്ടയുടെ അത്ര പോലും വോട്ട് വാങ്ങാൻ നിങ്ങൾ പറയുന്ന ആൾ ശ്രദ്ധിക്കാത്തത് എന്താ? നിങ്ങൾ ഈ കോൺഗ്രസ് ജയിച്ചതിനെ കുറിച്ച് അവിടെ ഇങ്ങനെ ചെയ്തു വെച്ച് ശിവകുമാർ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോട്ടയുടെ അത്ര പോലും വോട്ട് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താ നിങ്ങൾ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കാത്തത്? നിങ്ങൾ പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ള കാര്യമുള്ളതുകൊണ്ടാണ്. മാത്രമല്ല, നിങ്ങൾ ആലോചിക്കും 37 വർഷക്കാലം യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങൾ ഭരണം നടത്തി. എന്നിട്ട് അവിടെ എന്താ ഇപ്പം ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കേരളത്തിൽ വന്നിട്ട് പൊറോട്ട അടിക്കുന്നു. അതല്ലേ ഇപ്പം സംഭവിക്കുന്നത്? ത്രിപുരയിൽ നോക്കൂ, നിങ്ങൾക്ക് അവസരം കിട്ടി. ഈ പറഞ്ഞ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ നിങ്ങൾ പുഴുകി കൊടുത്തു അവിടെ നിങ്ങൾ പറയുന്ന. എന്നിട്ട് അവിടെ എന്താ സ്ഥിതി? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എം പി പോലെയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല. ഭരണത്തിൽ പ്രാഥമികമായ വോട്ട് നേടാൻ പോലും കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഈ കോർപ്പറേറ്റുകളെന്ന് പറയും. ഞാനൊന്ന് ചോദിക്കട്ടെ മുസ്തഫ, ഈ കോർപ്പറേറ്റുകളെല്ലാം അന്യജീവികളാണോ? അന്യഗ്രഹ ജീവികളാണോ? അല്ലല്ലോ. നിങ്ങൾ കൊടുക്കുന്ന ഈ സംസ്ഥാനത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുക്കുന്ന 5 ലക്ഷം സർക്കാർ ജീവനക്കാർ, അതിലേറെ 8 ലക്ഷം ആളുകൾക്ക് TCS എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനി ഈ ഇന്ത്യയിൽ ജോലി എടുക്കുന്നുണ്ട്. നിങ്ങളൊരു സംസ്ഥാനത്ത് കൊടുക്കുന്ന സർക്കാർ ജോലിയേക്കാൾ കൂടുതൽ 8 ലക്ഷം ആളുകൾക്ക് TCS എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനി ജോലി കൊടുക്കുന്നുണ്ട്. അവരെ ഉപജീവനം നടത്തുന്നുണ്ട്. ഇവരെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ഈ കോർപ്പറേറ്റുകളൊക്കെ അന്യഗ്രഹ ജീവികളെന്ന് പറഞ്ഞിട്ട് കൊല്ലണോ? നിങ്ങളൊന്ന് വേറൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ ഈ അന്യ രാജ്യങ്ങളിലൊക്കെ പോയി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പോയി കസേരയിൽ ഇരുന്നും മണിയടിച്ചും ഒക്കെ നിങ്ങൾ വിളിക്കുന്നത് ആരെയാ? കോർപ്പറേറ്റുകളല്ലേ? കേരളത്തിലേക്ക് വരൂ, ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ആളുകളെ ക്ഷണിച്ച് പട്ടും പൂമാലയും ഒക്കെ കൊടുത്ത് പോയി മണിയടിച്ച് കസേരയിൽ ഇരുന്ന് ഒക്കെ ആളുകളെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഈ കേരളത്തിലേക്ക് കോർപ്പറേറ്റുകളെ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ്. ആളുകൾക്കറിയാം. നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയുടെ മകള് പോലും അന്യ സംസ്ഥാനത്ത് പോയി ഒരു കോർപ്പറേറ്റ് കമ്പനി തുടങ്ങി ജീവിക്കുകയല്ലേ? അപ്പൊ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കാവാം, നിങ്ങളുടെ മന്ത്രിമാരുടെ മക്കൾക്കാവാം, ബന്ധുക്കൾക്ക് കമ്പനി തുടങ്ങി വലിയ രീതിയിലേക്ക് പോകാൻ കഴിയും. പക്ഷെ കേരളത്തിൽ ഇതൊന്നും പാടില്ല. ഇവിടെയുള്ള ആളുകളെല്ലാം ജോലിയും എല്ലാം ഉപേക്ഷിച്ച് അവരുടെ ജീവിതമാർഗമൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ച് സിന്താ വിളിക്കാൻ വരണമെന്നുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, നിങ്ങളുടെ ഒരു നയമുണ്ടല്ലോ. അത് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നിങ്ങളൊരു പ്രായോഗിക രാഷ്ട്രീയം വേണം. എന്നും BJPയെ അന്ധമായ BJPയെ ചാണകമെന്നോ അല്ലെങ്കിൽ സംഘിയെന്നോ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്കൊരു പ്രായോഗികമായ രാഷ്ട്രീയം വേണം. ഇന്ത്യയിലെ ഇന്നത്തെ മാറുന്ന കാലാവസ്ഥക്കനുസരിച്ച്, ചെറുപ്പക്കാരുടെ വികാരങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കാതലായ ഒരു മാറ്റം നിങ്ങളുടെ നയപരിപാടികളിൽ വേണം. അല്ലെങ്കിൽ നോട്ടയ്ക്ക് താഴെയാവും. ഇനി അടുത്ത് കേരളവും മറുപടി